എന്ന് മുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്? കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി, സ്വരച്ചേർച്ച ഉണ്ടാകാൻ തുടങ്ങിയത്. എത്ര കുട്ടികളുണ്ട്? ശരിക്കും ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. ഒന്ന് ഒരു കുട്ടി, 2 കുട്ടി. ഒരു കുട്ടിയുള്ളൂ. സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉറപ്പില്ല മനുഷ്യ. സത്യവാൻ കൃത്യമായിട്ട് പറയും, ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. അവള് പറയണ കേൾക്കാൻ 2 കുട്ടികളുള്ളത്. 2 കുട്ടി ഉറപ്പിച്ചു. 2 കുട്ടികളുള്ളത്. അപ്പൊ ഈ 2 കുട്ടികൾ ഉണ്ടായ പിന്നെയാണ് ഇദ്ദേഹത്തിന് എന്നെ സംശയം തോന്നാൻ തുടങ്ങിയത്. ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്. രാത്രി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ പിശാചുമുറൻ ചാടി എഴുന്നേറ്റിട്ട് എന്റെ അല്ല, ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ നല്ല വീട്ടിൽ വിളിക്കണുള്ള സത്യത്തിൽ ഈ പിശാച് മോറൊക്കെയുണ്ട്, പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പാടില്ല. എന്ന യുവകോമളൻ അതെ ചാടി എഴുന്നേറ്റിട്ട് എന്റെ മുഖത്തേക്ക് ടോർച്ചൊരൊറ്റ അടിയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ പുറകെ നിൽക്കണേന്ന്. ഞാൻ എന്ത് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞു നിഴലാണെന്ന് പറഞ്ഞു. വിശ്വസിക്കണ്ടേ കാരപ്പാടൻ? അല്ല സത്യമാണ്, അത് പറഞ്ഞു ശരിയല്ലേ? നിഴലാണ് അവരുടെ പുറകിൽ ഉണ്ടായിരുന്നത്. നിഴലാണ്. അപ്പൊ നിഴലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ടോർച്ച് അടിച്ചപ്പോ നിഴലാണ് ഇവിടെ പുറകെ ഉണ്ടായിരുന്നത്. ശരി, നിഴലാണെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഈ നിഴലെന്തിനാ മതിലടി ഓടിക്കളഞ്ഞത്? എനിക്ക് വേറെ ആര് പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടാവില്ല സാറേ, മാഡം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ സ്വന്തം ഭർത്താവ് ഭാര്യ സംശയിക്കാതെ ഒന്നിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സംശയിക്കാൻ ഞാൻ സഹിക്കാൻ പറ്റും. ഇങ്ങനെ മാത്രം പ്രതീക്ഷിച്ച് ഞാൻ ഇറങ്ങി പോകുന്നതല്ലേ. ഒന്ന് ഒതുങ്ങും. കരയല്ലേ കരയല്ലേ? ഇത്രയും കരയാണ്ടിരിക്കാൻ പറ്റില്ല സാറേ. സത്യവാൻ കണ്ടോ, അവരുടെ മുഖത്തേക്ക് നോക്കൂ. കുളിയും നനയില്ലാത്ത ഞാൻ നോക്കിയിട്ടില്ല, എത്ര കാലമായി മുഖത്തേക്ക്. കുലീനത. അതെ സത്യം, കുലീനത ഉള്ള ഈ പെൺകുട്ടിയെ, അല്ല ഈ പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ സംശയിക്കുന്നു? സംശയിക്കണം, എങ്ങനെ തോന്നുന്നു? അവന്റെ മുഖം കണ്ടാ നോക്കൂ.